പത്തനംതിട്ട മല്ലപ്പള്ളിയിൽ വൻ നിരോധിത പുകയില ഉൽപ്പന്നവേട്ട നടത്തിയ കീഴ്വാർ പോലീസ് യു.പി. സ്വദേശി ഉൾപ്പെടെ 3 പേരെ അറസ്റ്റ് ചെയ്തു. മല്ലപ്പള്ളി ടൗണിൽ മാർക്കറ്റ് റോഡിലെ സ്വകാര്യ വ്യക്തിയുടെ വീട്ടിൽ വാടകയ്ക്ക് താമസിക്കുന്ന ഗോരഖ്പൂർ മെഹറിപൂർ പോസ്റ്റിൽ നന്ദലാൽ സോങ്കയുടെ മകൻ രാജേഷ് സോങ്ക 28 വ്യാഴാഴ്ച വൈകിട്ട് 7 മണിയോടെ പോലീസിന്റെ പിടിയിൽ ആയത്. ഇയാൾ മുറിയിൽ വിൽപ്പനയ്ക്കായി സൂക്ഷിച്ചിരുന്ന 52,052 രൂപ വില വരുന്ന 603 പാക്കറ്റ് നിരോധിത പുകയില ഉൽപ്പന്നങ്ങൾ പോലീസ് പിടിച്ചെടുത്തു. രാജേഷ് സോങ്കർ മല്ലപ്പള്ളി ടൗണിൽ പുകയില പാൻ മസാല കച്ചവടക്കാരനാണ്. ജില്ലാ പോലീസ് മേധാവി വി.ജി. വിനോദ് കുമാറിന് ലഭിച്ച രഹസ്യ വിവരം കൈമാറിയതിനെ തുടർന്ന് കീഴ്വായൂർ പോലീസ് നടത്തിയ തന്ത്രപരമായ നീക്കത്തിലാണ് ഇവ പിടികൂടാൻ സാധിച്ചത്. ഇയാളെ വിശദമായി ചോദ്യം ചെയ്തപ്പോൾ ഇവ എത്തിച്ചു കൊടുക്കുന്ന ഇടനിലക്കാരനായ ബിജുക്കുട്ടൻ എന്ന് വിളിക്കുന്ന ആനിക്കാട് വായ്പൂര് ചക്കനാക്കുന്ന് വടക്കെടുത്ത് ബിജു ജോസ് 47 പിന്നീട് വീട്ടിൽ നിന്നും കസ്റ്റഡിയിലെടുത്തു. ഉൽപ്പന്നങ്ങൾ കാറിൽ എത്തിച്ചു കൊടുത്ത ചങ്ങനാശ്ശേരി സ്വദേശിയും ലഹരി ഉൽപ്പന്നങ്ങളുടെ മൊത്തക്കച്ചവടക്കാരാണെന്ന് കരുതുകയും ചെയ്യുന്ന ചങ്ങനാശ്ശേരി അപ്സര തിയേറ്ററിന് സമീപം പെരുന്ന പുതുപ്പറമ്പിൽ വീട്ടിൽ ഷമീർ ഖാൻ 35 തുടർന്ന് അറസ്റ്റിലായി. 2-3 പ്രതികളാണ് രാജേഷിന് ഉൽപ്പന്നങ്ങൾ എത്തിച്ചു കൊടുക്കുന്നത്. ഷമീറിന്റെ ഫോൺ നമ്പറിൽ ടവർ ലൊക്കേഷൻ ജില്ലാ സൈബർ പോലീസിന്റെ സഹായത്തോടെ പരിശോധിച്ചപ്പോൾ ഇയാൾ കോഴഞ്ചേരി ഇലവന്തിട്ട റോഡിൽ കാറിൽ സഞ്ചരിക്കുന്നതായി വ്യക്തമായി. പോലീസിന്റെ അതിവേഗ നീക്കത്തിൽ ഇലവന്തിട്ടയ്ക്ക് സമീപം വെച്ച് ഇയാൾ യാത്ര ചെയ്തു വന്ന ഇന്നോവ കാർ തടഞ്ഞ് കസ്റ്റഡിയിൽ എടുക്കുകയായിരുന്നു. വാഹനവും പിടിച്ചെടുത്തു. ഷമീർ ഖാൻ കോട്ടയം, പത്തനംതിട്ട ജില്ലകളിൽ പ്രധാന ടൗണുകളിൽ നിരോധിത പുകയില ഉൽപ്പന്നങ്ങൾ വ്യാപാരത്തിനായി എത്തിച്ചു കൊടുക്കുന്ന ആളാണ്. ഓണക്കാലത്ത് ചങ്ങനാശ്ശേരി റെയിൽവേ സ്റ്റേഷൻ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന ലഹരിക്കടത്ത് സംഘങ്ങൾ സ്കൂൾ, കോളേജ് വിദ്യാർത്ഥികൾക്കായി മല്ലപ്പള്ളി, കുന്നന്താനം, വായ്പൂർ പ്രദേശങ്ങളിൽ ലഹരി വസ്തുക്കൾ എത്തിക്കുന്നുണ്ടെന്ന രഹസ്യ വിവരം പോലീസിന് ലഭിച്ചിരുന്നു. തുടർന്ന് മല്ലപ്പള്ളി ടൗണിലെ പ്രധാന സ്ഥലങ്ങളിൽ പോലീസ് പരിശോധന ഊർജിതമാക്കി. ഇന്നോവ കാർ സംശയകരമായ രീതിയിൽ മാർക്കറ്റ് ഭാഗത്ത് കണ്ട വിവരം നാട്ടുകാർ അറിയിച്ചത് പ്രകാരം ജില്ലാ പോലീസ് മേധാവിയുടെ നിർദ്ദേശമനുസരിച്ച് കീഴ്വായൂർ പോലീസ് നടത്തിയ നീക്കമാണ് ഫലം കണ്ടത്. പോലീസ് ഇൻസ്പെക്ടർ വിപിൻ ഗോപിനാഥിന്റെ നേതൃത്വത്തിൽ സംഘം പാൻ മസാല കച്ചവടം നടത്തുന്ന രാജേഷ് സോങ്കറിന്റെ മുറിയിൽ പരിശോധന നടത്തിയപ്പോഴാണ് 7 ചാക്കുകളായി സൂക്ഷിച്ചിരുന്ന ലഹരി വസ്തുക്കൾ ലഭിച്ചത്. മല്ലപ്പള്ളി, കുന്നന്താനം, പാമല എന്നിവിടങ്ങളിൽ അതിഥി തൊഴിലാളികൾക്കും ചങ്ങനാശ്ശേരി കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന സംഘമാണ് ലഹരി വസ്തുക്കൾ എത്തിക്കുന്നത് വ്യക്തമായി. പ്രതികളെ കോടതിയിൽ ഹാജരാക്കി. പോലീസ് സംഘത്തിൽ SI സതീഷ് ശേഖർ, SCPO അൻസിം, CPOമാരായ ഒലിവർ വർഗീസ്, വിഷ്ണുദേവ്, ഉണ്ണികൃഷ്ണൻ, അമൽ, അനസ് എന്നിവരുണ്ടായിരുന്നത്. നിരോധിത ലഹരി വസ്തുക്കളുടെ കൈമാറ്റ കച്ചവടം തുടങ്ങിയവയ്ക്കെതിരെ നിയമ നടപടി തുടരുമെന്ന് ജില്ലാ പോലീസ് മേധാവി അറിയിച്ചു.